പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ്. അതായത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മെയിൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾ പോർട്ടലുകൾ മാത്രം എന്ത് ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇരിക്കരുത്. ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ നടന്നു പോയി അന്വേഷിച്ച് ഓരോ സ്ഥലത്തും CV ഡ്രോപ്പ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓൾമോസ്റ്റ് ജോബ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാത്തിലും തന്നെ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ പോർട്ടലുകളിൽ അല്ലെങ്കിൽ സൈറ്റുകളിലൊക്കെ കയറി അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങളായിട്ടും കൂടി എന്ത് ചെയ്യുക, പോയി അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് നിങ്ങൾ CV ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ ID കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാണ്, എങ്ങനെയാണ് ഒരു CV അവിടെ ചെന്ന് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ മെയിൽ IDs കളക്ട് ചെയ്യും, അവർ തരുമോ, അവർ CV അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ യൂഷ്വലി നമ്മളൊരു ജോലി അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ പോർട്ടലുകൾ നമുക്കിപ്പോൾ UAL അവൈലബിൾ ആണ്. കുറേ പോർട്ടലുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പോർട്ടലുകളൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും പോർട്ടൽ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എല്ലാ പോർട്ടലുകളും മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാതും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെല്ലാം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ വൺസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോഗിൻ ചെയ്യുമ്പോൾ അതിലിങ്ങനെ ഓരോ പാസ്വേഡ് വെക്കാൻ, അതേപോലെ യൂസർ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിലുമായിട്ട് കണക്ട് ആവും. ഏത് മെയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെയിലായിട്ട് കണക്ട് ആക്കി നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ 1 by 1 ആയിട്ട് അത് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതെല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പോർട്ടൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ CV അതിനകത്ത് ഇതാക്കാം. ചിലതിനകത്ത് CV അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, ചിലതിനകത്ത് അങ്ങനെ പറ്റത്തില്ല. നമുക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ അതിനകത്ത് നോക്കി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാം. എല്ലാത്തിലും ഓൺ ആക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ പോർട്ടലും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇടുക. അപ്പോൾ അതിൽ കുറേ വേക്കൻസികളും കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ പോർട്ടലുകളിലാണ് കുറേ വേക്കൻസികൾ വരാറുള്ളത്. അല്ലാണ്ട് കുറെ എന്ത് ചെയ്യുന്നത്, ലിങ്ക് ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് കുറെ പേര് അല്ലാണ്ട് ഇങ്ങനെ ആഡായിട്ടോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാണ്ട് ചില റിക്രൂട്ട്മെന്റ് ഏജൻസികൾ കാര്യങ്ങൾ അവർക്ക് കുറച്ച് പേര് അങ്ങനെ ടൈപ്പ് പോലെ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ നിങ്ങൾക്ക് ലിങ്കോ അല്ലെങ്കിൽ മെയിൽ IDs ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ മാത്രം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ഞാൻ കുറെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്ക് വരൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട്, അതായത് നിങ്ങളിപ്പോൾ ദുബായിലാണ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദുബായിൽ കുറേ സ്ഥലങ്ങളിൽ ക്ലിനിക്സും കാര്യങ്ങളും വെറൈറ്റി ഫീൽഡുകൾ, വെറൈറ്റി ക്ലിനിക്സുകൾ, വെറൈറ്റി മെഡിക്കൽ സെന്ററുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതും ഓരോരോ ഏരിയ. ഞാൻ എസ്പെഷ്യലി എനിക്ക് ദുബായ് അറിയുന്നതുകൊണ്ടാണ് ദുബായ് എടുത്തു പറയുന്നത്. അബുദാബിയിലും ഉണ്ട്, ഷാർജയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരോ ഏരിയയിൽ നിങ്ങൾ നോക്കുക, ആ ഏരിയയിൽ എത്ര ക്ലിനിക്സ് ഉണ്ട്, എത്ര കാര്യങ്ങളുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ദിവസവും ആ ഏരിയ ഫിക്സ് ചെയ്യാം. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 o'clock ആ റേഞ്ചിൽ പോവുക. വൈകിട്ടൊന്നും ആക്കാതിരിക്കുക. എന്താ വെച്ചാൽ ചില ക്ലിനിക്സ് ഒക്കെ വൈകിട്ട് വരെ ഉണ്ടാവുള്ളൂ, ക്ലോസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ രാവിലെ ബിസി, മീൻസ് ഭയങ്കര ബിസി ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷവും കാര്യങ്ങളൊക്കെ ബിസി കാര്യങ്ങളായിരിക്കും. പിന്നെ HR കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ അതായത് കൺസേൺ ആയിട്ടുള്ള ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചിലപ്പോൾ 3 o'clock എനിവേ ഡേ ഷിഫ്റ്റ് മാത്രമുള്ളവരായിരിക്കും ഈ ഒരു HR അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ. അപ്പൊ നിങ്ങൾ എപ്പോഴും മോർണിംഗിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ ഒരു ഏരിയ ഫിക്സ് ചെയ്യുക. പിന്നെ ഇപ്പൊ ജുമേറ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജുമേറ ഫിക്സ് ചെയ്യുക. ദുബായിലാണെങ്കിൽ ജുമേറ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അവിടെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കുറേ ക്ലിനിക്സും കാര്യങ്ങളും ഉണ്ട്. അവിടെ പോവുക, ഡയറക്റ്റ് ഓരോ ക്ലിനിക്സിലും, അതായത് അവിടെയൊക്കെ എന്ന് പറയുന്നത് ദുബായിലുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും, ഓരോരോ ക്ലിനിക്ക് ഇങ്ങനെ അടുപ്പിച്ച് ക്ലിനിക്കുകളാണ്. അതും വെറൈറ്റി ക്ലിനിക്കുകളാണ്. എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അതൊന്നും ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഫ്രഷർ ആണോ, അതൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ലൈസൻസ് എലിജിബിലിറ്റി നല്ല അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു CV ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ CVയുടെ ഫോട്ടോ കോപ്പി എടുക്കുക. എന്നിട്ട് ഈ ഒരു ഏരിയ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ രാവിലെ ആ ഏരിയയിൽ പോവുക. ആ ഏരിയയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഓരോ ക്ലിനിക്കിലും കയറുക. അപ്പൊ അവിടെ റിസപ്ഷനിസ്റ്റ് എന്തായാലും ഓഫ് കോഴ്സ് ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും ക്ലിനിക്സിൽ എല്ലായിടത്തും. അവരോട് ചോദിക്കുക, വാക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുക, CV ഡ്രോപ്പ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുക. അപ്പൊ അവർ പറയില്ലല്ല, അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത് പറയും. അപ്പൊ എന്ത് ചെയ്യുക, കുഴപ്പമില്ല, നിങ്ങളുടെ മെയിൽ ID തരുമോ എന്ന് ചോദിക്കുക. അവരുടെ മെയിൽ ID വാങ്ങുക. ചിലവര് ചിലപ്പോ നോ, ഇവിടെ ഇങ്ങനെ ഇല്ല, അങ്ങനെ കൊടുക്കൂല എന്നൊക്കെ പറയും. അത് റെയർ ആയിട്ട്. ഓൾമോസ്റ്റ് ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ മെയിൽ ID തരും, അല്ലെങ്കിൽ അവർ CV വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു അപ്രോച്ചാണ് ജോബ് കിട്ടാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ CV കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ ID കളക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ CV കൊടുക്കാൻ വേണ്ടി കൊടുക്കുക, അടുത്തത് കയറുക. ഒരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യമാണ് നമുക്ക് ജോലി വേണം എന്നുള്ളത്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് പോയാൽ ഒരു വാക്ക്, അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. പോവുക, കൊടുക്കുക, അവർ അക്സെപ്റ്റ് ചെയ്യില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല,
നമ്മൾ പോയി ചോദിക്കുന്നു, അവരില്ല എന്ന് പറയുന്നു. അതിലിപ്പോൾ നാണക്കേടോ കാര്യങ്ങളോ ഒന്നും വിചാരിക്കാനില്ല. അപ്പൊ നിങ്ങൾ അടുത്തത് പോവുക, അടുത്തത് കയറുക. അങ്ങനെ അവിടെയൊക്കെ ഒരു 10-100, എനിക്ക് തോന്നുന്നു 10-100 ക്ലിനിക്സ് അടുപ്പിച്ചടുപ്പിച്ച് ഈ ജുമേറ ഭാഗത്തൊക്കെ ഉണ്ട്. അതുപോലെ അബുദാബി, ഷാർജയില്, പിന്നെ അജ്മാൻ, ഉമ്മുൽ അതുപോലെ റാസൽ കൈമയിൽ എനിക്ക് തോന്നുന്നു അധികം മച്ച് മോർ ആയിട്ട് അങ്ങനെ. റാസൽ കൈമയിൽ ഇല്ല, കുറെ പേർ റാസൽ കൈമയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് പേഴ്സണലി എനിക്ക് അധികം അറിയില്ല കേട്ടോ. ഞാൻ അവിടെ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ അവിടെ അങ്ങനെ അടുപ്പിച്ച് ഇതുപോലെ ദുബായിലത്തെ പോലെയൊന്നും ഞാൻ അങ്ങനെ അടുപ്പിച്ച് കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അതിൽ പോർട്ടലും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ നിയർ ബൈ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഇതുപോലെ അന്വേഷിക്കാം. അങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് നിങ്ങളൊരു CV ഡ്രോപ്പ് ചെയ്യുക. അങ്ങനെയാണ് CV ഡ്രോപ്പ് ചെയ്യേണ്ടത്. അവരോട് ചോദിക്കുക, അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ മെയിൽ ID വാങ്ങുക, ജസ്റ്റ് അപ്ലൈ ചെയ്തിടുക. അപ്പോൾ ഓരോ ക്ലിനിക്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം CV കൊണ്ടേ ഡ്രോപ്പ് ചെയ്യരുത്, വ്യത്യസ്തമായിട്ടുള്ള CVകൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അതിന് CV പ്രിപ്പയർ ചെയ്യാൻ, നല്ലൊരു CV പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ, ഞാൻ നല്ലൊരു CV മേക്കറെ സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക നെക്സ്റ്റ് ഡേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാലോ, പുറത്ത് ഭയങ്കര ചൂടും കാര്യങ്ങളുമാണ്, പോയി ഓരോ സ്ഥലത്തും കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് ഈ ഒരു ചൂട് കാലത്ത്. പക്ഷെ നമ്മുടെ ആവശ്യം അതുകൊണ്ട് നമുക്ക് പോയേ പറ്റുള്ളൂ. നമ്മൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ പോയിട്ട് ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഗ്യാപ്പ് വെച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ നോക്കുക. എന്താ വെച്ചാൽ നിങ്ങളിവിടെ ജോലി അന്വേഷിച്ച് വന്നാണ്, റൂമിൽ വെറുതെ ഇരിക്കാൻ വന്നതല്ല. അപ്പൊ നിങ്ങൾ ഇതാക്കുക. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ മോർണിംഗ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈവനിങ് നോക്കുക, ചൂട് കുറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു മോർണിംഗിലാണ് ഇച്ചിരി കൂടി ബെറ്റർ ടൈം ടു പോയി അന്വേഷിക്കാനായിട്ട്. അങ്ങനെ പോവുക, പോയിട്ട് ഓരോ സ്ഥലത്തും അങ്ങനെ CV ഡ്രോപ്പ് ചെയ്യുക. അങ്ങനെയാണ് CV ഡ്രോപ്പ് ചെയ്യേണ്ടത്, മെയിൽ ID കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ മെയിൽ ID കിട്ടും. ഞാനൊക്കെ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കുറേ സ്ഥലത്തുനിന്ന് വന്നു. പക്ഷെ സാലറി നമ്മൾ വിചാരിക്കുന്ന പോലെ ഹൈ ആയിട്ടൊന്നും കിട്ടില്ല. പക്ഷെ ഒരു ആവറേജ് സാലറിയിലുള്ള കുറേ ഓഫറുകളും ഇന്റർവ്യൂസ് കോൾസുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ പോയി അറ്റൻഡ് ചെയ്ത്, അങ്ങനെ ഇന്റർവ്യൂവിന് ഒരു പരിചയവും കാര്യങ്ങളും പേടി കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. ഇങ്ങനെ പോയി CV ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോർട്ടല് കാര്യങ്ങൾ അങ്ങനത്തേൽ കയറി അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് കുറെ മെയിൽ IDs ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇതാക്കാം. ഏറ്റവും ബെറ്റർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ CV പോയി ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഒരു വിളി വരും, എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ എന്തായാലും വരും. പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സാലറി കാര്യങ്ങളില്ലെങ്കിലും അത്യാവശ്യ സാലറിയിൽ നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ അതിലിരുന്നിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് സാലറി ആയി അറ്റ് എ ടൈമിൽ നിങ്ങളെ ഗ്യാപ്പോ കാര്യങ്ങളോ ഇഷ്യൂസോ ഒന്നും വരില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ CV കാര്യങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ജോലി അന്വേഷിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ട്രാൻസ്പോർട്ടേഷൻ എല്ലായിടത്തും മെട്രോ, ദുബായിലൊക്കെ ആണെങ്കിൽ മെട്രോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷാർജയിലാണെങ്കിൽ ഇപ്പോൾ ബസ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അല്ലെങ്കിൽ ടാക്സി കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ലൊക്കേഷൻ ഇടുക, നോക്കുക എത്ര മിനിറ്റ് ഉണ്ട് നോക്കിയിട്ട്, ഏതൊക്കെ ഏരിയയിലാണ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പോയി CV ഡ്രോപ്പ് ചെയ്യുക. ഇനി ഇല്ലെങ്കിൽ അവിടെ അവരുടെ സൈറ്റ് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവരുടെ വെബ്സൈറ്റ് കാര്യങ്ങൾ കയറിയിട്ട് അവിടുന്ന് നിങ്ങൾക്ക് മെയിൽ ID കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ HR മെയിൽ ID, ചിലരൊക്കെ HR മെയിൽ ID ഒക്കെ അവരുടെ വെബ്സൈറ്റിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ത്രൂ എടുക്കുക, അന്വേഷിക്കുക, എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, CV അയച്ചു കൊടുക്കുക കേട്ടോ. ഷാർജ അജ്മാനിലുള്ളവരൊക്കെ കാര്യം ഞാൻ പറഞ്ഞു. സെർച്ച് ചെയ്യുക നിങ്ങൾ, എല്ലാ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ ക്ലിനിക്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കിട്ടും. അതിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യുക, അവരുടെ വെബ്സൈറ്റിൽ കയറി മെയിൽ IDs കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ അവരെ കോൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, വേക്കൻസി ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക. അവർ ഡയറക്റ്റ് കോൾ ചെയ്യുക, എന്നിട്ട് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലൊക്കേഷനിൽ പോവുക. അങ്ങനെയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നേഴ്സിംഗ് റിലേറ്റഡ് ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.